സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്ത്, അതായത് ഒരു ഫുൾ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നത്. അപ്പോൾ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 5.1 ഡോൾബി സിസ്റ്റം, അതായത് ഫുൾ സിസ്റ്റമാണ്, അതായത് ഫുൾ പാക്കേജ് ആണ്. നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഒരു ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ നമ്മളുടെ വീട്ടിലെ ഒരു ഹോം സിനിമ സെറ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ വീഡിയോസിനകത്തൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും റേറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്, കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ പറ്റിയുള്ള സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുവരിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ വിളിച്ചോളൂ. മെസ്സേജ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഞാൻ നിങ്ങളുടെ എന്ത് സംശയങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ റേറ്റിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ സ്വീറ്ററിൻ്റെ സബ് വൂഫറാണ്, വിത്ത് ബോക്സോട് കൂടി. ബോക്സ് നമ്മൾ 18 mm MDF-ലാണ് ചെയ്തിരിക്കുന്നത്. ഡോട്ടഡ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് നമ്മൾ ഇതിൽ കോട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എൽപോർട്ടഡ് വെൻഡർ ടൈപ്പ് വിൻഡോ സബ് വൂഫർ ബോക്സ് ആണിത്. 10 ഇഞ്ചിൻ്റെ സ്വീറ്ററിൻ്റെ സബ് വൂഫറാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു സബ് വൂഫറാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന 5 സ്പീക്കർ, 5 ഇഞ്ചിൻ്റെ വൂഫറും ട്യൂട്ടറും വരുന്ന രീതിയിലുള്ള സാംസോണിൻ്റെ റെഡിമെയ്ഡ് ബോക്സ് ആണ്. ഒരു 40 വാട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോക്സ് തരുന്നുണ്ട്. നല്ല സ്പീക്കറാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന മോഡലിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഫ്രണ്ട് ലുക്കിൽ നമ്മൾ വരുത്തിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഒരു ലുക്കുള്ള രീതിയിലാണ്, അതായത് ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 നോബുകളുണ്ട്, ഒന്ന് മാസ്റ്റർ നോബും ഒന്ന് അതേപോലെ തന്നെ സബ് വൂഫറിന് വേണ്ടിയുള്ള വോളിയം കൺട്രോളറും, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ FT03 മിനി ഡീകോഡറും FT04 റിമോട്ട് കിറ്റും, അതായത് എക്സോ ക്ലാസ് റിമോട്ട് കിറ്റുമാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഡോൾബി ആൻഡ് DTS, അതായത് ഡോൾബിയും DTS-ഉം 5.1 ഡോൾബി ആൻഡ് 5.1 DTS-ഉം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഈ ഒരു റിമോട്ട് കിറ്റിനെ പറ്റി അറിയാം, കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന ഡോൾബി സിസ്റ്റങ്ങളിനകത്തൊക്കെ ഞാൻ ഈ ഒരു റിമോട്ട് കിറ്റിനെ പറ്റി ഞാൻ ഒരുപാട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആളുകൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്, ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെപ്പോഴും നമ്മളുടെ ആംപ്ലിഫയറുകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ മാക്സിമം ഒതുക്കി നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല നീറ്റായിട്ടാണ് നമ്മൾ വയറിങ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകളാണെങ്കിലും ശരി, എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വയറുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. DC വയറുകളാണ് ഉപയോഗിക്കുന്നത്. പവർ സപ്ലൈയുടെ സെക്ഷനിലാണെങ്കിൽ നമ്മൾ 1 സ്ക്വയറിൻ്റെ വയറുകളും, അതുപോലെ തന്നെ നമ്മൾ സ്പീക്കറിൻ്റെ ഒക്കെ ആണെങ്കിൽ 0.5-ൻ്റെ DC വയറുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല വൃത്തിയായിട്ട് തന്നെ മാക്സിമം ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സിസ്റ്റം, ഇതിൻ്റെ പെർ ചാനൽ വരുന്നത്, അതായത് നമ്മൾ TDAയുടെ 2050 IC ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ചാനലും 35 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് ഈ ബോർഡ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സബ് വരുന്നത് ടിപ്പ് 3055 2955 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ബോർഡാണ്, വിത്ത് പവർ സപ്ലൈ ആൻഡ് ഫിൽറ്റർ സ്റ്റേജ് വരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇത് വരുന്നത് 100 വാട്ട്സ് ആണ് സബിന് വരുന്നത്. എങ്കിലും JBL പോലുള്ള സബുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ബോർഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഈ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം തന്നെ അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഇതിനു മുമ്പ് നമ്മൾ ഈ സെയിം മോഡലുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ അല്ല, നോർമൽ ട്രാൻസ്ഫോമറിലായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറിലാണ്. ഇതിൽ ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടാപ്പിംഗ് വരുന്നത് ഈ 5 ചാനൽ ബോർഡിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് 12012 5 ആംപിയർ ആണ് ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ
ഈ ഒരു സബിൻ്റെ സെക്ഷനിലേക്കും 25025 5 ആംപിയറാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് എക്സ്ട്രാ നമുക്ക് വരുന്ന ഒരു 3 ടാപ്പിംഗ് ഉണ്ട്. അതായത് 12012-ൻ്റെ 2 ആംപിയർ, 1 ആംപിയർ, 012-ൻ്റെ 1 ആംപിയർ, അങ്ങനെയാണ് ഇതിൻ്റെ ടാപ്പിംഗ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ സ്റ്റേജ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററുകളൊക്കെ നമ്മൾ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബക്ക് കൺവേർട്ടർ കാണാം. ഈ ഒരു ബക്ക് കൺവേർട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റിമോട്ട് കിറ്റിനും അതേപോലെ നമ്മളുടെ ഡീകോഡറിനും വേണ്ടിയുള്ള 12 വോൾട്ട് നമ്മൾ ഈ ഒരു ബക്ക് കൺവേർട്ടർ വഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മളെല്ലാം നല്ല ക്വാളിറ്റി കമ്പോണൻസ് ആണ് ഇതിനകത്തെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ടൊറോഡോ ട്രാൻസ്ഫോമർ ഇത് നമ്മളുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. നല്ല പ്യുവർ കോപ്പറായിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വയറുകളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റി വയറുകളാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ട്രാൻസ്ഫോമർ നമ്മളിപ്പോൾ നമ്മളുടെ പേരിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസ്ഫോമർ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ടാപ്പിങ്ങിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5+1 അതായത് 5.1-ൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്ഥിരം നമ്മൾ ചെയ്യുന്ന പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു 7809 എന്ന് പറയുന്ന ഒരു റെഗുലേറ്റർ ഐസി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാനിനും LED ലൈറ്റിനും അതായത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിനും വേണ്ടിയുള്ള സപ്ലൈ എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു 7809 എന്ന് പറയുന്ന റെഗുലേറ്റർ ഐസി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം സ്പീക്കറിൻ്റെ ഒക്കെ വയറുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 0.5 mm DC വയറാണ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ FT004 എന്ന് പറയുന്ന റിമോട്ട് കിറ്റാണ്. എക്സോ ബാസ് അതായത് ഒരു സബ് ഫിൽറ്ററിംഗ് ഉള്ള എക്സോ ബാസ് എന്ന് പറയുന്ന റിമോട്ട് കിറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതാ ഇവിടെയായിട്ടാണ് നമ്മൾ FT003 എന്ന് പറയുന്ന മിനി ഡീകോർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലാ വയറിങ്ങുകളും കൃത്യമായിട്ട് നല്ല പെർഫെക്ഷനിൽ തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് സർവീസിംഗ് ഒക്കെ ആണെങ്കിലും വളരെ എളുപ്പമാണ്. സർവീസിംഗ് ഒക്കെ എന്തെങ്കിലും വരുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം എടുത്ത് മാറ്റി വെച്ച് സർവീസ് ചെയ്യാവുന്ന രീതിയിലാണ്. അതിപ്പോൾ എൻ്റെ അടുത്തല്ല മറ്റൊരാളുടെ അടുത്താണെന്ന് പറഞ്ഞാലും കസ്റ്റമറിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ വയറുകളും നമ്മൾ സ്ലീവൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 5+1 അതായത് 5 ചാനലിനും സബിനുമായിട്ടുള്ള സ്പീക്കർ സോക്കറ്റുകൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള AXൻ്റെ സ്പീക്കർ സോക്കറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC കോഡ് വയർ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ഗ്രില്ല് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ RCA സോക്കറ്റ് വരുന്നതിൽ നമ്മൾ ഈ വരുന്ന 5.1 ഈ ഒരു RCA സോക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെമ്മി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. ഡെമ്മി ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് TV, DTH അതുപോലെ തന്നെ DVD എന്ന് പറയുന്ന ഒരു 6 RCA സോക്കറ്റ് വരുന്നുണ്ട്. അതിനകത്ത് TVയും DVD നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഓക്സ് ഇൻപുട്ടായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു FT003-യുടെ നമ്മളുടെ പോർട്ടാണ് വരുന്നത്. അതായത് അതിൽ വരുന്നത് HDMI ARC വരുന്നുണ്ട്, കോയാക്സിൽ വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്. പിന്നെ ഒരു മാനുവലായിട്ടുള്ള ഒരു സെലക്ഷൻ സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഗുഡ് ബൈ.